സുഖകരമായ ഉറക്കത്തിനിടയിൽ നല്ല നീളമുള്ള ഇഴയുന്ന പാമ്പിനെ സ്വപ്നം കണ്ട് ഞെട്ടിയുണരാത്ത ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? മിക്കവാറും അത് പത്തി വിടർത്തി ചീറ്റി ആഞ്ഞു കുത്തുന്ന ഒരു നിമിഷത്തിലായിരിക്കും നമ്മൾ ഞെട്ടിപ്പിടഞ്ഞ് നിലവിളിച്ച് ചാടി എണീക്കുന്നത്. കട്ടിലിന് ചുറ്റും പിന്നെ മുറിയിലെമ്പാടും പാമ്പിനെ പരതി അതവിടെ യഥാർത്ഥത്തിൽ വന്നിട്ടില്ലെന്ന് തിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. എന്നിരുന്നാലും അന്ന് രാത്രി മുഴുവനും ഉറക്കം നഷ്ടപ്പെട്ട് എന്തിനോ ഭയപ്പെട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇങ്ങനെ വല്ലാതെ പേടിപ്പിക്കുന്ന അനുഭവത്തിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരിക്കലെങ്കിലും പെട്ടിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒരു പാമ്പ് വെറും സ്വപ്നക്കാഴ്ചയിൽ വന്നാൽ പോലും ഭയം അഥവാ പേടി എന്ന അടിസ്ഥാനപരമായ വികാരം ആബാലവൃദ്ധം ജനങ്ങളിലും ഉളവാകുന്നത് കാണാം. പ്രാർത്ഥിക്കാതെ കിടക്കുന്നത് കൊണ്ടാണ് പേടി സ്വപ്നം കണ്ടതെന്ന് മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ കുട്ടികളോട് പറയും. എന്നാൽ പാമ്പ് സ്വപ്നത്തിൽ വരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ കളികളെക്കുറിച്ചായിരിക്കും യുക്തിവാദികളും ശാസ്ത്രവാദികളും ആവേശത്തോടെ സംസാരിക്കുന്നത്. ആളൊഴിഞ്ഞ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു പൊന്തയോ മാളമോ കണ്ടാൽ പെട്ടെന്ന് പേടി തോന്നാത്തവർ ആരെങ്കിലുമുണ്ടോ? കയ്യിൽ വെളിച്ചമില്ലാതെ രാത്രിയിലാണ് നടക്കുന്നതെങ്കിൽ ഈ ഭയം തീർച്ചയായും ഇരട്ടിക്കും. വീടിനകത്തൊറ്റയ്ക്കിരിക്കുമ്പോഴും പുറത്ത് കരിയിലകൾക്കിടയിൽ ഇഴച്ചിൽ ശബ്ദം കേട്ടാലൊന്നും ഞെട്ടാത്തവർ ഇവിടെ ആരെങ്കിലുമുണ്ടോ? പണം വിരുത്തി ചീറ്റുന്നതിന്റെ ശബ്ദം പുറത്തെവിടെയോ കേട്ടുവല്ലോ എന്ന് തോന്നിയാലും ഉള്ളു കിട്ടുകിട്ടുക്കും. നേരിട്ടുള്ള കണ്ടുമുട്ടലാകട്ടെ ഇതിനേക്കാൾ 10 മടങ്ങ് ഉൾക്കിടിലം സൃഷ്ടിക്കുന്നതാണ്. ഒരുപക്ഷെ പൊടുന്നനെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് നിന്നു പോയേക്കാം. ധൃതിപ്പെട്ട് കുതറിമാറാനുള്ള പ്രവണതയും ശരീരം പ്രകടിപ്പിക്കുന്നതാണ്. ഏതായാലും ഉള്ളിന്റെ ഉള്ളിൽ ഭീതി ജനിപ്പിക്കുവാൻ സഹായിക്കുന്ന തരം ഹോർമോണായ അഡ്രിനാലിൻ നിയന്ത്രണമില്ലാതെ കുത്തി ഒഴുകുന്നത് അപ്പോൾ അനുഭവിക്കാനാകും. കടിച്ചില്ലെങ്കിൽ പോലും മനുഷ്യന്റെ നെഞ്ചകത്ത് ഭീതിയുടെ വിത്തുകളാണ് ഈ പാമ്പുകൾ എന്നെന്നും വിതയ്ക്കുന്നത്. സാധുവായ മനുഷ്യനെ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവങ്ങളാകാൻ ഇവയ്ക്ക് കഴിയുമോ? തീർച്ചയായും കഴിയുമെന്ന് തന്നെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാഗാരാധനയുടെ പാരമ്പര്യം സാക്ഷ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പ്രാചീനമായ സംസ്കാരങ്ങളിൽ, പ്രത്യേകിച്ച് സുമേറിയൻ ബാബിലോണിയൻ സംസ്കാരങ്ങളിൽ പണ്ട് മുതൽ തന്നെ സർപ്പാരാധന നിലനിന്നിരുന്നു. ഇന്ത്യ, ശ്രീലങ്ക, ചൈന, ജപ്പാൻ, ഈജിപ്ത്, ജാവ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇതിന്നും തുടരുന്നതായി കാണാം. ഇന്ത്യയിൽ മാത്രം നോക്കിയാൽ കേരളത്തിലാണ് ഇത് കൂടുതലായും അന്നും ഇന്നും ആഴത്തിൽ വേരോടിയിരിക്കുന്നത്. കീഴടക്കുവാനോ നിയന്ത്രിക്കുവാനോ മനുഷ്യൻ എത്ര വട്ടം ശ്രമിച്ചിട്ടും നടക്കാത്ത തരം ശക്തികളും ജീവികളും പ്രകൃതിയിൽ ഒരുപാടുണ്ട്. അവയുടെ നേർക്കുള്ള ഭയം ഒഴിവാക്കാൻ ബുദ്ധിമാനായ മനുഷ്യനൊരു പോംവഴി പണ്ടേ കണ്ടെത്തിയിരുന്നു. പേടിപ്പിക്കുന്ന പ്രതിഭാസങ്ങളെ മൊട്ടിപ്പായി ഉപാസിക്കുക എന്നതാണ് പോംവഴി. അവയ്ക്കെല്ലായ്പ്പോഴും അർച്ചനകൾ അർപ്പിക്കുകയാണെങ്കിൽ അവയെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്നാണ് മനുഷ്യൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അനുഷ്ഠാനങ്ങളുടെയും അടിത്തട്ടിൽ കാണാവുന്ന സംഗതി തന്നെയാണ് നാഗപൂജയുടെ അടിത്തട്ടിലും കൃത്യമായി കാണുന്നത് എന്ന് സാരം. മാരകമായ വിഷമുള്ളിൽ വഹിക്കാൻ കഴിയുന്ന പാമ്പുകളെ ദൈവങ്ങളായി കൽപ്പിക്കുകയാണ് മനുഷ്യന്റെ ഭാവന ആദ്യം ചെയ്തത്. പിന്നീട് അവയെ കാവുകളിലും മറ്റും ആചാരപ്രകാരം കുടിയിരുത്തി. കളം, വർണ്ണം, ചിത്രം, പാട്ട്, കൊട്ട്, ആട്ടം, പൂജ എന്നിങ്ങനെ പല പല ഇനങ്ങളാണ് അവയെ നിത്യവും ആരാധിക്കാൻ വേണ്ടി മനുഷ്യൻ കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്നത്. ഉപാസിക്കാൻ വേണ്ടി ഒരുക്കിയ ഇനങ്ങളുടെ ചിട്ടകളും ക്രമങ്ങളുമൊക്കെ നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടതാണ് എന്നുകൂടി ഇപ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയുള്ള എപ്പിസോഡുകളിൽ നാഗാരാധനയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാം.